പോർച്ചുഗീസുകാർ ജിദ്ദ പോർട്ട് ആക്രമിച്ചു ഉള്ളിൽ കയറാൻ വേണ്ടി. ആരാണ് സംരക്ഷിച്ചത്? ഉസ്മാനികൾ. അന്ന് ജിദ്ദ പോർട്ട് ഉസ്മാനികളെ കീഴിലല്ല, മംലൂക്കുകളുടെ കീഴിലാണ്. മംലൂക്കുകൾ എന്ന് പറഞ്ഞാൽ ഇബ്നു തൈമിയ്യ പോറ്റിയ കൂട്ടരാണ്. മാത്രമല്ല ഷിയാക്കളോട് കൂടെ സുന്നീന് പേരൊട്ടിച്ച് ഷിയാക്കളോട് കൂടെ സുന്നികൾക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്ന് ആര്? മംലൂക്കുകൾ. ആ മംലൂക്കുകളുടെ കീഴിലാണ് ജിദ്ദ പോർട്ട്. അന്ന് ഇജാസ് ഭരിക്കുന്ന മംലൂക്കുകളാ. അക്കാലത്ത് ജിദ്ദ പോർട്ട് പോർച്ചുഗീസുകൾ ആക്രമിച്ചപ്പോൾ ഓടിച്ചത് ആരാ? ഉസ്മാനികള്. ത്വരത്തി പൊളിച്ച് പാളിസാക്കി ത്വരത്തി. ഇല്ലെങ്കിൽ പുല്ല് മുളക്കത്ത നാട്ടിൽ എന്ത് കൊണ്ടുപോകാനുള്ളത്? അവരെന്തിനാ വരണത്? മക്കയിലും മദീനയില് അന്ന് എന്താ കൊണ്ടുപോകാനുള്ളത്? എന്താ ഉള്ളത്? ഒന്നുമില്ല. പിന്നെന്തിനാ വരുന്നത്? കഅബ പൊളിക്കാന്. ഈ കഅബ പൊളിക്കാൻ വേണ്ടി വന്ന പോർച്ചുഗീസുകാരെ നിന്ന് ജിദ്ദ പോർട്ട് സംരക്ഷിച്ച ജനങ്ങളാണ്, ഖലീഫമാരാണ് ആര്? ഉസ്മാനികൾ. ഈ ഉസ്മാനികളാണ് മണ്ണിലിട്ട് മൂടിയ വഹാബികൾ. ഇതൊന്ന് ആലോചിക്കുക, എന്താണ് അതിന്റെ കാര്യം? ജിദ്ദ പോർട്ടിൽ ഇവരെ ആക്രമണം നടത്തുന്ന ആർക്കെതിരെയാണ്? മംലൂക്കുകൾക്കെതിരെയാണ്. അന്ന് മംലൂക്കുകൾ ആർക്കെതിരാണ്? ഉസ്മാനികൾക്ക്. മംലൂക്കുകളെ പോർച്ചുഗീസുകാർ ക്ഷയിപ്പിച്ച് തകർത്താൽ മംലൂക്കുകൾ നാട്ടിൽ നിന്ന് നീങ്ങിയല്ലോ, അത്രയും സുഖമായല്ലോ ആർക്ക്? ഉസ്മാനികൾക്ക്. പിന്നെ എന്തിനെ സഹായിക്കാൻ വന്നു? മക്കയോട് മദീനയോട് പ്രതിബദ്ധത. അതേ സമയത്ത് ഇന്ന് വഹാബികൾ ഭരിക്കുന്ന രാജ്യം മുഴുവനും എങ്ങനെ കിട്ടിയതാ? എങ്ങനെ കിട്ടിയ? ടി ലോറൻസ് കീഴ്പ്പെടുത്തി കൊടുത്ത. ആരാ ലോറൻസ്? ടി ലോറൻസ് ആരാ? ജാരസന്താനം. ഒരു ബ്രിട്ടീഷ് കമാൻഡർക്ക്, സൈന്യാധിപന്, സൈന്യ നേതാവ് കമാൻഡർക്ക് തന്റെ വീട്ടിലെ ഒരു ദാസിപ്പെണ്ണിലുണ്ടായ, വിവാഹം കഴിക്കാതെ ഉണ്ടായ ജാരസന്താനം ടി ലോറൻസ്. ഈ ടി ലോറൻസ് ആണ് ഇന്നത്തെ എല്ലാ സൗകര്യവും വഹാബികൾക്ക് ചെയ്തു കൊടുത്തത്. ലോറൻസിന്റെ ചരിത്രം ഞാൻ പിന്നെ പറയും. അതേ സമയത്ത് കോഴിക്കോട് ആക്രമിച്ചു. 1500 മുതൽ കോഴിക്കോട് ആക്രമിക്കുന്നുണ്ട് ആര്? പോർച്ചുഗീസുകാര്. പോർച്ചുഗീസ് ആസ്ഥാനാണ്ട് നശിപ്പിച്ചു, ഇല്ലാതാക്കി. അന്ന് പോർച്ചുഗീസ് ആസ്ഥാനം എവിടെയെന്ന് പറഞ്ഞാൽ, അന്ന് പോർച്ചുഗീസ് ആസ്ഥാനം ദിബുദ്വീപിലാണ്. ദിബുദ്വീപ് എന്ന് പറഞ്ഞാൽ ഗുജറാത്തിന്റെ ഏരിയയാണ്. ഇന്ത്യയിലെ അന്നത്തെ പോർച്ചുഗീസ് കേന്ദ്രം ഗുജറാത്തിന്റെ താഴെയാണ്. അവിടെ പോയി കുഞ്ഞാലി മരക്കാരും ഉസ്മാനികളും കൂടി ആക്രമിച്ചത്. ആർക്ക് വേണ്ടി? സമുദ്രയ്ക്ക് വേണ്ടി. കാരണം അവരുടെ നാവിക ആസ്ഥാനം അവിടെ ഉണ്ടാകുന്നത് കൊണ്ട് നഷ്ടാർക്കാണെന്ന്? സമുദ്രിക്കാണ്. നിങ്ങൾ ചിന്തിക്കും, ഒരേ സമയത്ത് അവർ എന്തൊക്കെയാണ് ചെയ്തത്. അതേ സമയത്ത് ഒമാൻ സൽത്തനത്തിന് കീഴിലാണ് മസ്കറ്റ്. മസ്കറ്റ് ആക്രമിച്ചു ആര്? പോർച്ചുഗീസുകാര്. മസ്കറ്റിനെ പോർച്ചുഗീസിനെ രക്ഷപ്പെടുത്തിയത് ആരാ? ഉസ്മാനികള്. അവർക്കെല്ലാം ആവശ്യമില്ല. ഒമാൻ സൽത്തനത്തിന് കീഴിലാണെന്ന് മസ്കറ്റ്. ഉസ്മാനി സൽത്തനത്ത് അല്ല. ഇത് മാത്രമൊന്നല്ല. അതേ സമയത്ത് അവർ എന്ത് ചെയ്തു? ഇതാ സുമാത്ര സംരക്ഷിച്ചു. സുമാത്ര എന്ന് ഭരിക്കണം എന്താ? ഇന്തോനേഷ്യ ഭരിച്ചിരുന്ന ആക്ക സൽത്തനത്ത്. ഈ ആക്ക സൽത്തനത്തിന് കീഴിലാണ് അന്ന് എന്ത് സുമാത്ര ഉള്ളത്. 15, 16, 17 നൂറ്റാണ്ടുകളിലൊക്കെ അവരാണ് ഭരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ പോർച്ചുഗീസുകാർ ആക്രമിച്ചപ്പോൾ ഓടിയെത്തി. അവരിൽ പോർച്ചുഗീസുകാർ പായിച്ചു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എവിടെ ഇവരുടെ കപ്പൽ നങ്കൂരം ഇട്ടാലും അതേ സമയത്ത് അവരുടെ സൈന്യം ഇവിടെയുണ്ട്, അതേ സമയത്ത് ഇവിടെയുണ്ട്. ഒരേ സമയത്ത് കിഴക്കൻ യൂറോപ്പിന് അങ്ങേ ഭാഗത്തുണ്ട് അവരുടെ സൈന്യം, അതേ സമയത്ത് കോഴിക്കോട് ഏരിയയിലുണ്ട്. കിഴക്കൻ യൂറോപ്പിന്റെ അങ്ങേ ഭാഗം എന്ന് പറഞ്ഞാൽ അവരുടെ സൽത്തനത്തിന് കീഴിലാണ്. കോഴിക്കോട് അവരുടെ സൽത്തനത്തിന് കീഴിലല്ലല്ലോ. ഇന്ത്യ അവരുടെ രാജ്യമല്ലല്ലോ. പിന്നെ എന്താ ചെയ്തത്? ഇവിടെ ധർമ്മനിഷ്ഠയുള്ള ഒരു രാജാവുണ്ട്, സാമുദ്ര രാജാവ്. തീരെ ധർമ്മം ഇല്ലാത്തവരാണ് ആര്? യൂറോപ്യന്മാരെ അല്ലെങ്കിൽ പോർച്ചുഗീസുകാർ. പ്രത്യേകിച്ച് ആ രാജ്യത്ത് പോർച്ചുഗീസുകാർ അധികാരം വന്നുപോയാൽ ആ നാട് നഷ്ടവും. അവർ ധാർമ്മിക പ്രതിബദ്ധത. ഇവിടങ്ങളിലൊക്കെ നോക്കി നിങ്ങൾ, ഒരേ സമയത്ത് അവർ എവിടെയൊക്കെയാ വന്നത്. അതാണ് പറഞ്ഞത് തന്നെ. ഒരേ സമയത്ത് ദിബുദ്വീപിൽ പോർച്ചുഗീസുകാരെ ഓടിച്ചു, അതേ മസ്കറ്റിനെ ഓടിച്ചു. അതേ സമയത്ത് കോഴിക്കോടിലേക്ക് അവർ കയറുന്നത് പൂർണ്ണമായി തടഞ്ഞു. അതേ സമയത്ത് സുമാത്ര, ആ സുമാത്രയിൽ നിന്നെ ഓടിച്ചു, ജിദ്ദനെ ഓടിച്ചു. ഇതന്നെ. അതേ സമയത്ത് അവർ യൂറോപ്പ് മുതൽ ഇങ്ങോട്ട് വരെയുള്ള ഏരിയ മുഴുവൻ അവർ സംരക്ഷിച്ചു. അതേ സമയത്ത് അവർ ആഫ്രിക്കയുടെ ഭാഗമാണ് ടുണീഷ്യ സംരക്ഷിച്ചു. ഏതൻസ്, ഗ്രീസ്, അതെല്ലാം അവർ സംരക്ഷിച്ചു. ബാക്കൻ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ ഇതന്നെ. അവരുടെ രാജ്യമാണെങ്കിലും അവരുടെ രാജ്യം അല്ലെങ്കിലും ഇവിടെയാണ്. ഇതാണ് ടൂളോൺ ദ്വീപ്. ഈ ടൂളോൺ ദ്വീപിലാണ് ഹോളി റോമൻ എംപയറും ഫ്രാൻസ് ഒന്നാമന്റെ സൈന്യവും ഏറ്റുമുട്ടി. ടൂളോൺ ദ്വീപിലാണ്. ഇത് ക്രിസ്തീയ ദ്വീപാണ്. ഇതാണ് ദ്വീപ്. ഇതാണ് ടൂളോൺ ദ്വീപ്. ഫ്രാൻസിന്റെ ഒരു ദ്വീപാണ്. ആ ദ്വീപിൽ 1.5 കൊല്ലം മുസ്ലിം സൈന്യത്തെ ഇരുത്തി ആര്? ഫ്രാൻസ് പട്ടാളം, ഉസ്മാനികളെ പട്ടാളത്തെ ഇരുത്തി. ഈ ദ്വീപിലാണ് എന്ത് ചെയ്തത്? വെള്ളിയാഴ്ച ജുമാത്തുള്ളി, ഞായറാഴ്ച ചർച്ച്. ആരുടെ രാജ്യം? ക്രിസ്ത്യാനികളുടെ രാജ്യം. ആർക്കെതിരെ? ഹോളി റോമൻ എംപയറിന്റെ കുരിശുദ്ധത്തിനെതിരെ. ഇത് നമ്മൾ പഠിക്കൽ വളരെ അത്യാവശ്യം. എന്താണ് ഈ ലോകത്ത് ഉസ്മാനികൾ ചെയ്തത് എന്ന് നിങ്ങൾ ചിന്തിക്കണം.
ഉസ്മാനികളെ മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിൽ നിന്ന് ആക്രമിച്ച രണ്ട് വിഭാഗമേ ഉള്ളൂ. ഒന്ന് ഷിയാക്കൾ, ഒന്ന് വഹാബികൾ. ബസ് മൂന്നാമത്തെ വിഭാഗമല്ല. ഇവർ രണ്ടും കൂടി തന്നെ നശിപ്പിച്ചു. ഇവർ രണ്ടും കൂട്ടുകൂടും ചെയ്തു. ഇത് നശിപ്പിക്കുന്ന കാലത്ത് വഹാബികളും ഷിയാക്കളും ഒറ്റക്കെട്ടാണ്. സുലൈമാൻ ഖാനിയുടെ ഭരണകാലത്ത് മെഡിറ്ററേനിയൻ മുഴുവനും ഉസ്മാനികളെ കീഴിലാവാൻ ഈ പ്രധാന പങ്ക് ഈ ഖൈറുദ്ദീൻ ബർബറോസിയാണ്. അത്ഭുതമാണ്. അദ്ദേഹം മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ അത്ഭുതമായിരുന്നു ഖൈറുദ്ദീൻ ബർബറോസ. ഈ മനുഷ്യനെ കൊണ്ടാണ് അന്ന് വലിയ അതുപോലെയുള്ള വേറെയും നാവികന്മാർ അവർക്കുണ്ടായിരുന്നു. അൾജീരിയ ഉൾപ്പെടെയുള്ള മുസ്ലിം പ്രദേശങ്ങളെ സ്പാനിഷ് ഭരണത്തിൽ നിന്ന് മോചിപ്പിച്ചതും ഹോളി റോമൻ എംപയറിന്റെയും സ്പാനിഷ് അധിനിവേശ പ്രദേശങ്ങൾ, അതായത് സ്പാനിഷ് അധിനിവേശം നേരെ ഇങ്ങോട്ട് നീണ്ടു. അപ്പോൾ അതിനെ തടഞ്ഞത് മുഴുവനും ഇദ്ദേഹത്തിന് കീഴിലുള്ള നാവിക പടയാളികളാണ്. ഇനി ഖൈറുദ്ദീൻ ബർബറോസ ആ കാലത്താണ് ഇവിടെ കുഞ്ഞാലി മരക്കമ്പാൽ സാമൂതിരിയുടെ കീഴിൽ. ഇതേ ഗൗരവമുള്ള ഒരു കാലഘട്ടമാണ്. ഇല്ലെങ്കിൽ ഞാൻ പറയട്ടെ, അന്ന് അവര് അധികാരം സ്ഥാപിച്ചു. ആര്? പോർച്ചുഗീസുകാർ ഗോവയിൽ. പോർച്ചുഗീസുകാരെ ഇനിയും മനസ്സിലാക്കണം. പോർച്ചുഗീസുകാർ ഗോവയിൽ അധികാരം സ്ഥാപിച്ചു. അധികാരം സ്ഥാപിച്ചതിന് ശേഷം 947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. എന്നിട്ടും എന്ത് ചെയ്തു? ഗോവ കൈവശം വെച്ചു. ആര്? പോർച്ചുഗീസുകാർ. ഗോവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്നു. ആർക്കെതിരെ? പോർച്ചുഗീസുകാർക്കെതിരെ. ആ സ്വാതന്ത്ര്യ സമരത്തെ സഹായിക്കാൻ വേണ്ടി പട അയച്ചു. ആര്? നെഹ്റു. അപ്പോൾ നെഹ്റുവിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ആര്? പോർച്ചുഗീസുകാർ. 1950 ഇത്ര പൊണ്ണ ഗോവ കൈവശം വെച്ചിട്ട് യുദ്ധം ചെയ്യുക. ആർക്കെതിരെ? വിശാലമായ ഇന്ത്യൻ റിപ്പബ്ലിക്കിനെതിരെ. ആരുടെ കാലത്ത്? നെഹ്റുവിന്റെ കാലത്ത്. അക്കാലത്ത് വേറെ രസമുണ്ടായി. അക്കാലത്ത് അമേരിക്കയും ബ്രിട്ടനും എല്ലാം റോം അടക്കം ആരെ കൂടെ നിന്നു? പോർച്ചുഗീസുകാരെ കൂടെ നിന്നു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക അവരുടെ യൂറോപ്യൻ താല്പര്യം. അതായത് നെഹ്റു ചെയ്തതാണ് തെറ്റ്. ഗോവ ആർക്ക് അവകാശപ്പെട്ടതാണ്? ഗോവ പോർച്ചുഗീസുകാർക്ക് അവകാശപ്പെട്ടതാണ്. 950കളിൽ വാദിച്ചു. ആര്? അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ഇവരെ കൂടെ നിർത്തും. ഒരിത്ര പോണ സ്ഥലം അവർക്ക് കൈവശം വെക്കാൻ സ്വൈരമായി കിട്ടിയപ്പോൾ ഉസ്മാനികൾ ഗോവയിൽ വന്നില്ല. അതുകൊണ്ട് ഗോവ അവർ നിലനിർത്തി. അതേസമയം ജിദ്ദയിൽ വന്നു. പോർച്ചുഗീസുകാർ ജിദ്ദയിൽ വന്നു, അവിടുന്ന് ഓടിച്ചു. തുണീഷ്യ വന്നു, ഓടിച്ചു. സുമാത്രയിൽ നിന്ന് ഓടിച്ചു. സാമൂതിരിക്ക് ഉള്ള ശല്യങ്ങളെല്ലാം തീർത്തു. അതേ സമയത്ത് ഗോവയിലേക്ക് അവരുടെ ഒരു മാർച്ച് നടന്നില്ല. അവിടെ ഇവർ കൂടി. ഏതുവരെ? ഇന്ത്യ സ്വതന്ത്രമായിട്ട് അവിടെ തന്നെ കൂടി. ഒരു സൈനിക നടപടിയിൽ അവസാന ഘട്ടത്തിൽ പോർച്ചുഗീസുകാർ ഗോവ ഇന്ത്യൻ റിപ്പബ്ലിക്കിന് വിട്ടുകൊടുക്കുന്നത് ആരുടെ കാലത്ത്? നെഹ്റുവിന്റെ കാലത്ത്. ഇനി സൈനിക നടപടി വേണ്ടി വന്നു. അതേ സമയത്ത് ഈ സമയത്ത് UN-ൽ അമേരിക്കയും ബ്രിട്ടനും ഒക്കെ എന്ത് വാദിച്ചു? ഗോവ ഇന്ത്യയുടെ രാഷ്ട്ര ശരീരത്തിന്റെ ഒരു ഭാഗമാണല്ലോ ഗോവ. ആ ഗോവ പോർച്ചുഗീസിന് അവകാശപ്പെട്ടതാണ് എന്ന് അമേരിക്കയും ബ്രിട്ടനും UN ജനറൽ അസംബ്ലിയിൽ വാദിച്ചു. അന്ന് കൂടെ നിന്ന് കൊടുത്ത അറബികളാണ്. ആരുടെ കൂടെ? ഇന്ത്യയുടെ കൂടെ. ഈജിപ്ത്, സുഡാന്, അറബ് രാജ്യങ്ങളൊക്കെ നിന്നോടുത്തു. ആരുടെ കൂടെ? നെഹ്റുവിന്റെ കൂടെ നിന്നോടുത്തു. അതുകൊണ്ടാണ് എന്തുണ്ടായത്? 957 സൂയസ് കനാലിന്റെ കാര്യത്തില് ഈജിപ്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടൻ പട്ടാളം വന്ന ഒരു സാഹചര്യത്തിൽ ബ്രിട്ടനെതിരെ ഇന്ത്യ പട അയച്ചു. ആരെ സഹായിക്കാൻ? ഈജിപ്തിനെ സഹായിക്കാൻ. ആരെ ഭരണാധികാരി? ജമാൽ അബ്ദുൽ നസർ. ഈജിപ്ത് അടക്കം 950കളിൽ ഗോവക്ക് വേണ്ടി ആരെ കൂടെ നിന്നു? ഇന്ത്യയുടെ കൂടെ. 957 സൂയസ് കനാല് പിടിച്ചെടുത്തു. ആര്? ഈജിപ്ത്. 1871 മുതൽ 99 കൊല്ലത്തെ ലീസിന് കൊടുത്തു. എന്ത്? സൂയസ് കനാല് ബ്രിട്ടന് ലീസിന് കൊടുത്തു. 99 കൊല്ലം തീരണമെങ്കിൽ എന്ത് വരണം? 1970 വരണം. പക്ഷേ അതിന് ശേഷം ഒരു പ്രഗത്ഭനായ ഭരണാധികാരി വന്നു, ജമാലത്തുൻ നസർ. അപ്പൊ ജമാലത്തുൻ നസർ എന്ത് ചെയ്തു? ഒരു മുൻധാരണയൊന്നുമില്ലാതെ സൂയസ് കനാൽ ബ്രിട്ടൻ പട്ടാളത്തെ പുറത്താക്കി പിടിച്ചെടുത്തു. 1869 സൂയസ് കനാലിന്റെ പണി പൂർത്തിയാവുന്നത്. ഈ പണി പൂർത്തിയായപ്പോൾ വമ്പൻ അധ്വാനല്ലേ. ഒരു ദിവസം 1,00,000 പട്ടാളക്കാരാണ്, 1,00,000 തൊഴിലാളികളാണ് സൂയസ് കനാൽ വെട്ടാൻ. അങ്ങനെ 10 കൊല്ലം 20,000, 30,000, 50,000, 1,00,000 വരെ തൊഴിലാളികൾ ഓരോ ദിവസം. ചിലപ്പോൾ 20,000, ചിലപ്പോൾ 30,000, ചിലപ്പോൾ 50,000, ചിലപ്പോൾ 1,00,000 തൊഴിലാളികൾ ഡെയിലി. അവരുടെ ശമ്പളം കാര്യം ഇതൊക്കെ കൊടുക്കുക. അപ്പോഴത്തിന് സമ്പദ്ഘടന തകർത്തു. ആരുടെ? ഈജിപ്തിന്റെ. ഈജിപ്ത് എന്താ? ഈജിപ്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈജിപ്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടോളൂ, ഇതാണ് ജനവാസ യോഗ്യമായ സ്ഥലം. %95 മരുഭൂമിയും 5% ജനവാസയോഗ്യമായ പ്രദേശമുള്ള രാജ്യമാണ് ഏത്? ഈജിപ്ത്. ഈ 5% ഭൂമിയിൽ നിന്ന് കിട്ടുന്ന വിഭവം കൊണ്ടാണ് 10 കോടി ജനങ്ങൾ ജീവിക്കേണ്ടത്. ലോകത്തെ ഏറ്റവും വലിയ മരുഭൂമി ആരാ? സഹാറ ആരംഭിക്കുന്നത് ഈജിപ്തിൽ നിന്ന്. ഏഷ്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ആരാ? സിനായി. എവിടെ സിനായി? ഈജിപ്തില്. ലോകത്തെ ഏറ്റവും വലിയ മരുഭൂമി ആരംഭിക്കുന്നത് ഈജിപ്തിൽ നിന്ന്. ഏഷ്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ആകെ ഉള്ളത് ഈജിപ്തിൽ പൂർണ്ണം.
ആകെ ജനവാസയോഗ്യമായ ഒരു പ്രദേശം 5% ഭൂമിയാണ്. ഈ 5% ഭൂമിയിലെ വിഭവം കൊണ്ടാണ് 10 കോടി ജനങ്ങൾ ജീവിക്കേണ്ടത്. അപ്പോൾ അവർ സൂയസ് കനാൽ കൂടി വെട്ടിയപ്പോൾ അവർക്ക് വമ്പൻ സാമ്പത്തിക പ്രശ്നം വന്നു. അങ്ങനെ ഒരു 1871 ലീസിന് കൊടുത്തു ബ്രിട്ടന്. അതിന്റെ പേരിൽ ബ്രിട്ടൻ ഇതിന്റെ വരുമാനമൊക്കെ എടുത്തുകൊണ്ടത് മാത്രമല്ല, പല പ്രശ്നങ്ങളും ഇവരെ മേലും അങ്ങനെയുള്ള ഒരു വലിയ മുതലാളിമാര് ഒരു നാട്ടിൽ തന്നെ മുതലെടുത്തു കൊണ്ടുപോവാ. അപ്പൊ അതൊരു വല്ലാത്ത പ്രശ്നമായി. അപ്പോൾ 1957 സൂയസ് കനാൽ പിടിച്ചെടുത്തു. ആര്? ഈജിപ്തിലെ പ്രസിഡന്റായിരുന്ന ജമാൽ അബ്ദുൽ നാസർ. ആരുടെ കയ്യിൽ നിന്ന്? ബ്രിട്ടന്റെ കയ്യിൽ നിന്ന്. അപ്പോൾ ബ്രിട്ടനും അമേരിക്കയും കൂടി പടപ്പുറപ്പാട് നടത്തി. ബ്രിട്ടനും അമേരിക്കയും പടപ്പുറപ്പാട് നടത്തി. ആർക്കെതിരെ? പറയാം, ആർക്കെതിരെ? ഈജിപ്തിനെതിരെ. അപ്പോൾ ഇന്ത്യ സഹായിച്ചു. നേരെ ഇന്ത്യൻ പട്ടാളം, ഇന്ത്യൻ നേവി ഈജിപ്തിലേക്ക് നീങ്ങി ബ്രിട്ടനെ തടയാൻ വേണ്ടിയിട്ട്. ഇന്ത്യ നീങ്ങിയപ്പോൾ ആര് കൂടെ നിന്നു? റഷ്യ. കാരണം ചേരിചേരാ നയത്തിന്റെ ഭാഗവും ഒരു സോഷ്യലിസ്റ്റും ആയിരുന്നു യഥാർത്ഥത്തിൽ ആര്? നെഹ്റുവിനെ റഷ്യ സഹായിക്കും. ഒരു റഷ്യൻ മനസ്സാണ്, കോൺഗ്രസ്സുകാരനാണെങ്കിൽ ഒരു റഷ്യൻ മനസ്സാണ് ആരുടേത്? നെഹ്റുവിനെ റഷ്യ സഹായിച്ചു. ഒരു ഭാഗത്ത് റഷ്യയും ഒരു ഭാഗത്ത് ഇന്ത്യയും വന്നപ്പോൾ ബ്രിട്ടനും അമേരിക്കയും വിട്ടുപോയി. ഇതിനൊരു കാരണം ഉണ്ട്. എന്താ കാരണം? 1950 ഇന്ത്യയെ ആര് സഹായിച്ചു? ഈജിപ്ത് സഹായിച്ചിട്ടുണ്ട്. എവിടെ? UN ജനറൽ അസംബ്ലിയിൽ അമേരിക്ക പറഞ്ഞു, ബ്രിട്ടൻ പറഞ്ഞു ഗോവ പോർച്ചുഗീസിന് വിട്ടുകൊടുത്താൽ നടപ്പോൾ കൊടുക്കരുത്, അത് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ഭാഗമാണെന്ന് UN അസംബ്ലിയിൽ ബാധിച്ചത് ഒന്ന് ഈജിപ്ത്, ഒന്ന് സുഡാന്, മറ്ററബ് രാജ്യങ്ങൾ. ഈ ഒരു നന്ദി ഞാനിവിടെ പറയാനുള്ള കാരണം എന്തെന്നാല്, എത്ര വലിയ പോർച്ചുഗീസുകാര് വന്നാലുണ്ടാകുന്ന നാശത്തിന്റെ ഒരു ഊക്കാണ്. അവരത്ര ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷവും 4ാമത്തെ കുഞ്ഞാലി മരക്കാരെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വിട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ തല മാത്രം എടുത്തിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് ഉപ്പിലിട്ടു. എന്നിട്ട് കോഴിക്കോട് കൊടുത്തു കുന്തത്തിന് കാട്ടി. എന്നാൽ കുഞ്ഞാലി മരക്കാർക്ക് ഒരു രാജ്യമല്ല. കുഞ്ഞാലി മരക്കാര് നാവികപ്പടയാളി സൈന്യാധിപനാണ്. ആരുടെ? സാമൂതിരിയുടെ. അവസാന കാലത്ത് സാമൂതിരിക്ക് പോലും പണം കൊടുത്തില്ല. പക്ഷെ കുഞ്ഞാലി മരക്കാർ സ്വയം പണം സംഘടിപ്പിച്ചിട്ടാണ് അവസാനം പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യുന്നത്. അവരെ സഹായിച്ചു ആര്? ഉസ്മാനികൾ അവരുടെ രാജ്യത്തെ മാത്രമല്ല കാത്തത്. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കോടാനക്കോടി ജനങ്ങളെ യൂറോപ്പ് അടിമയാക്കുന്നതിന് എതിരെ 800 വർഷം കഷ്ടപ്പെട്ട ആളുകളാണ് ആര്? ഉസ്മാനികൾ ഇല്ലെങ്കിൽ ഇവിടെ 1921 ശേഷം പറഞ്ഞ കൊളനൈസേഷൻ കാലത്താണ് എന്തുകൊണ്ടാണ് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം. അതേ സമയത്ത് 1000 കൊല്ലം മുമ്പ് അത് പറയുമായിരുന്നു. ആരില്ലായിരുന്നെങ്കിൽ? ഉസ്മാനികളില്ലായിരുന്നെങ്കിൽ. ഇതാണ് ചരിത്രം, ഇതാണ് മനസ്സിലാക്കേണ്ടത്. ആ ടൂണോളിലെ കത്തീഡ്രല് 1.5 കൊല്ലത്തോളം മുസ്ലിം പള്ളിയാക്കി മാറ്റി. അവിടെ ബാങ്ക് വിളിക്കാൻ സൗകര്യം. കത്തീഡ്രലിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹോളി റോമൻ എംപയറിനെതിരെ യുദ്ധം ചെയ്യുക. ആര്? ഫ്രഞ്ച് എംപയർ. കൂടെ ആര്? മുസ്ലിങ്ങള്. ചർച്ച്, പള്ളി. നേരത്തിന് ബാങ്ക് കൊടുക്കും ചർച്ചിൽ. ഈ 1.5 കൊല്ലത്തിനുള്ളിൽ ഉസ്മാനി പട്ടാളക്കാർക്ക് തിന്നാനുള്ള റൊട്ടി മാത്രം 1 കോടി കിലോഗ്രാമിനേക്കാൾ കൂടുതൽ റൊട്ടി കൊടുത്തു എന്നാ ചരിത്രം. മുസ്ലിം പട്ടാളക്കാർക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് 1 കോടി കിലോഗ്രാമിനേക്കാൾ കൂടുതൽ ഈ 1.5 കൊല്ലത്തിനുള്ളിൽ 30,000 സൈന്യമുണ്ട്. ആര് കൊടുത്തു? ഫ്രാൻസ് കൊടുത്തു. ചർച്ചകൾ വിട്ടുകൊടുത്തു. ഒരു ചർച്ച് മാത്രമല്ല, 30,000 ആളുകൾ ഒരു ചർച്ച നിസ്കരിക്കുമോ? അപ്പൊ ആ നാട്ടിലുള്ള ചർച്ചകൾ മുഴുവനും എന്താക്കി? താൽക്കാലികമായി പള്ളിയാക്കി. ഞായറാഴ്ച കുർബാന നടക്കും, അതേസമയത്ത് വെള്ളിയാഴ്ച ജുമാ നടക്കും. അങ്ങനെയാക്കി. ഒരു മുസ്ലിം സമുദായം മതത്തിന്റെ പേരിൽ ഒരു കുരിശുയുദ്ധം എന്ന് മതത്തിന്റെ പേരിൽ നടന്നിട്ടില്ല. അങ്ങനെ സംഭവമില്ല. അതെല്ലാം റോമൻ അധിനിവേശങ്ങളാണ്. മുസ്ലിം സമുദായം പ്രത്യേകിച്ച് ഒരു മതപരമായ വൈരം ഒരിക്കലും ക്രിസ്ത്യാനികളോട് ഉണ്ടാവില്ല. അവരൊക്കെ നമ്മൾ സഹോദരങ്ങളല്ലേ? അവര് നമ്മൾ സഹോദരങ്ങളാണല്ലോ. ഇന്ന് യൂറോപ്പിലെ ഏറ്റവും സംസ്കാര സമ്പന്നമായ രാജ്യമാണ് ഏത്? ഫ്രാൻസ്. ആ രൂപത്തിൽ ഫ്രാൻസിനെ വളർത്തുന്നതിലെ ഏറ്റവും വലിയ നിർണായകമായ പങ്ക് ഉസ്മാനി മുസ്ലിങ്ങളുടേതാണ്. മാത്രമല്ല, ഉസ്മാനികളെ വേഷവിധാനം ഫ്രാൻസിൽ പ്രചരിച്ചു. ഇന്നും ഫ്രാൻസിൽ വലിയ ശതമാനം ആളുകൾ ഉസ്മാനി വേഷം അണിയുന്നവരുണ്ട്. അത് ആ കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. 2.5 നൂറ്റാണ്ടിലേറെയുള്ള ബന്ധം. രാജാക്കന്മാർ പോലും ഉസ്മാനികളെ വേഷമിടും. നീളം കുപ്പായം. ഇപ്പൊ ഞാൻ പറയട്ടെ, കൈ മുറിച്ച നീളം കുപ്പായം ഫ്രാൻസിലൊക്കെ സ്ഥിരം വേഷ. കൈ മുറിച്ച നീളം കുപ്പായം ഇത് എവിടുന്ന് കിട്ടി? ഉസ്മാനികൾ നീളം കുപ്പായിടുക. അറബികളെ പോലെ. ക്രിസ്ത്യാനികൾ അങ്ങനെയല്ല. ക്രിസ്ത്യാനികൾ അച്ഛന്മാർ മാത്രമേ നീളം കുപ്പായിടുള്ളൂ. ഒരു പ്രത്യേക വിഭാഗത്തിനാണ് നീളം കുപ്പായം. ഉസ്മാനികൾ എല്ലാവരും നീളം കുപ്പായിടും. ഇവരുമായി 2.5 നൂറ്റാണ്ടിലേറെയുള്ള പരസ്പരമുള്ള ബന്ധം, സ്നേഹം, സൈനിക, മതപരം, സാംസ്കാരികമായ ബന്ധങ്ങൾ നിലനിന്നത് കൊണ്ട് എന്തുണ്ടായി? ഫ്രാൻസിൽ വരെ നീളകുപ്പായം ഇടുന്ന ആളുകൾ ഇഷ്ടംപോലെ ഉണ്ടായി. മറ്റു വേഷങ്ങൾ, പെണ്ണുങ്ങളെ വേഷങ്ങൾ ഒക്കെ ഫ്രാൻസിൽ, മുസ്ലിങ്ങളുടെ വേഷവിധാനം ഫ്രാൻസിലുണ്ടായി.
ചക്രവർത്തിമാർ പോലും മുസ്ലിം വേഷങ്ങൾ അണിഞ്ഞിരുന്നു. പ്രശസ്ത തത്വചിന്തകനായ ജീൻ ബോഡിൻ, അദ്ദേഹത്തിന്റെ കാലം 1530 മുതൽ 1596 വരെ ജീൻ ബോഡിന്റെ കാലഘട്ടം. ജീൻ ബോഡിൻ തന്റെ ഗ്രന്ഥത്തിൽ പറയുന്നത് തുർക്കികളുടെ മഹാനായ ചക്രവർത്തി ലോകത്തിലെ ജീൻ ബോഡിൻ ഒരു ക്രിസ്തീയ എഴുത്തുകാരനാണ്. അദ്ദേഹം തന്റെ ഗ്രന്ഥത്തിൽ പറയുന്നത് തുർക്കിയിലെ ഉസ്മാനിയായ മഹാനായ ചക്രവർത്തി ലോകത്തിലെ ഏതൊരു രാജകുമാരനെയും പോലെ തന്റെ പൂർവികരിൽ നിന്ന് ലഭിച്ച മതത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. അതേ സമയത്ത് എന്നിട്ടും മറ്റുള്ളവരുടെ വിചിത്ര മതങ്ങളെ വെറുക്കുന്നില്ല. ഒരു മതത്തിനും എതിരെ ഒന്നും ഉസ്മാനികൾ ചെയ്തില്ല. നേരെ മറിച്ച് ഓരോ മനുഷ്യനും അവന്റെ മനസ്സാക്ഷിക്ക് അനുസൃതമായി ജീവിക്കാൻ അനുവദിക്കുന്നു. അതുപോലെ തന്റെ കൊട്ടാരത്തിന് സമീപം വൈവിധ്യമായ മതങ്ങൾ എല്ലാം വിരാജിക്കുന്നു. അതിനുള്ള എല്ലാവിധ സൗകര്യം യഹൂദികൾ, ക്രിസ്ത്യാനികൾ, ഗ്രീക്കുകാർ, മുസ്ലിങ്ങൾ തോളോട് തോളുരുമ്മി യഹൂദികൾ, ക്രിസ്ത്യാനികൾ. പറയട്ടെ, നിങ്ങൾക്കറിയാലോ, ആ കാലങ്ങളിലൊക്കെ യഹൂദികൾക്ക് യൂറോപ്പിലെ ഒരു രാജ്യത്തും സ്വീകാര്യതയില്ല, എവിടെയല്ലാതെ മുസ്ലിം രാജ്യങ്ങളിലല്ലാതെ. അപ്പൊ ഒരു കാലഘട്ടം മുഴുവനും അവർ നമ്മുടെ കൂടെ നിന്നു. ഒരു കാലഘട്ടം മുഴുവനും നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ തമാശ പറയല്ല. ഞാൻ പറഞ്ഞല്ലോ, കോഴിക്കോടിനെ സംരക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? മരക്കാർമാരോടുകൂടെ യുദ്ധം ചെയ്തിട്ടുണ്ട് വലിയൊരു കാലഘട്ടം. ആര്? സാമൂതിരിയുടെ കാലത്ത്. ആര്? ഉസ്മാനികൾ ഇല്ലായിരുന്നുവെങ്കിൽ പോർച്ചുഗീസ് അതിന് പൂർണ്ണമാവും ഇവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? അവരെ ഭയപ്പെടുന്നതിന് പിന്നിൽ ആളുണ്ട്. ആര്? ഉസ്മാനികൾ. അതേ സമയത്ത് ആ ഉസ്മാനികളുടെ ഒരു ഡിഫൻസ് എവിടെ വന്നില്ല? ഗോവയില്. അപ്പോൾ ഗോവ പൂർണ്ണമായും ആരുടെ കയ്യിലായി? പോർച്ചുഗീസുകാരുടെ. ഈ ഒരു മാനവരാശിയുടെ നന്മക്ക് വേണ്ടി അവര് നിലകൊണ്ടു എന്നത് ഇന്നൊന്നിനും തുടങ്ങിയതല്ല. AD 1200 ഇർത്തൂൾ ജനിക്കുന്നത്. 1200 മുതൽ 1280 വരെയാണ് ഇർത്തൂളിന്റെ കാലഘട്ടം. ഇർത്തൂളിന്റെ മകനാണ് ആര്? ഉസ്മാൻ ഒന്നാമൻ. ഇർത്തൂളിന്റെ മകനാണ്. അടിസ്ഥാനപരമായി അവരാരാ? അവരുടെ ബാപ്പ, ഇർത്തൂളിന്റെ ബാപ്പ സുലൈമാൻ ഷാ കായ് ഗോത്രത്തിലെ 400ഓളം കുടുംബങ്ങളുമായി നേരെ റഷ്യൻ ഏരിയ വന്ന് ഉക്രൈന്റെ ഭാഗത്ത് വന്ന് പിന്നെ അവിടുന്ന് വന്നിട്ട് അവരെവിടെ ചെയ്തു? അവിടെ അനറ്റോളിയയിൽ വന്ന് താമസിച്ചു. ഇന്നത്തെ തുർക്കിയുടെ ഒരു ഏരിയയാണ് എന്ത്? അനറ്റോളിയ. ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ 2ാം കുരിശുദ്ധം കഴിഞ്ഞ് 3ാം കുരിശുദ്ധത്തിന് യൂറോപ്പിൽ കോപ്പ് കൂട്ടുന്ന കാലാണ്. ആ കാലത്താണ് അനറ്റോളിയ എത്തുന്നത്. ഒരു ചെറിയ 400 കുടുംബത്തിന്റെ ഒരു പ്രത്യേക അമീറായിരുന്നു. പിന്നെ അദ്ദേഹം സെൽജൂക്കികൾ അദ്ദേഹത്തിന് അധികാരം കൊടുത്തു. പിന്നെ അദ്ദേഹത്തിന്റെ മകനാണ് ചക്രവർത്തിയായത് ഉസ്മാൻ. പിന്നെ 2 കുരിശുദ്ധം കഴിഞ്ഞിട്ടുള്ള മൊത്തം കുരിശുദ്ധത്തെയും ചെറുക്കുന്നതാരാ? മുസ്ലിങ്ങൾക്കെതിരെ നടന്ന, ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെതിരെ നടന്ന, അങ്ങനെ പറയാം, ആ കുരിശുദ്ധങ്ങളെ മുഴുവനും ചെറുത്ത് ഇനി ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ഒരു യുദ്ധവുമായിട്ട് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വരില്ല എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയച്ചത് ഉസ്മാനികളാണ്. പിന്നെ ഒരിക്കലും ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. എന്നല്ലാതെ 1909 അവസാനത്തെ ഉസ്മാനി ഖലീഫയെ ഗ്രീസിലേക്ക് നാട് കടത്തിയതിനു ശേഷമല്ലാതെ ഒരു സൈന്യവ്യൂഹമായി ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് കയറാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടാക്കിയതാണ് എന്ത്? 1ാം ലോകമഹായുദ്ധം 1914. അവസാനത്തെ ഖലീഫയെ 1909 നാട് കടത്തിയതിനു ശേഷം പിന്നെ അവർക്ക് സൈന്യ സജ്ജീകരണത്തിന് 5 വർഷം എടുത്തു. 1914 1ാം ലോകമഹായുദ്ധം ആരംഭിച്ചു. അതിനുശേഷം മൊത്തം ബ്രിട്ടന്റെ കോളനിയാക്കി. അപ്പോൾ ബ്രിട്ടൻ ഒരു പുതിയ പേരും കിട്ടി. എന്ത്? സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം. ഇന്നും അത് പറഞ്ഞു നടക്കും. ഈ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം എന്നത് അവർക്ക് ആകെ പേര് കിട്ടുന്നത് ഒരു 22-23 കൊല്ല. 1945 ആയപ്പോഴത്തിന് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ഈ പേര് അവർക്ക് കിട്ടുന്ന 1921. അതിനു മുമ്പ് ഉസ്മാനി ഖലീഫമാരുടെ സാന്നിധ്യം ഉണ്ടായത് കൊണ്ട് ഇവർക്ക് അങ്ങനെ സൂര്യൻ അസ്തമിക്കാത്ത രാജ്യങ്ങളെ കോളനിയാക്കാൻ കഴിയൂല. എന്താ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം എന്ന് പറയാൻ കാരണം എന്താ? ഒരു ഭാഗത്ത് സൂര്യൻ അസ്തമിക്കുമ്പോൾ അവരുടെ സാമ്രാജ്യത്തിൽ ഒരു ഭാഗത്ത് സൂര്യൻ ഉദിക്കും. അങ്ങനെ പറയാവുന്ന ഒരു രാജ്യമായിരുന്നു ഉസ്മാനികൾ സാമ്രാജ്യമായിരുന്നു. പക്ഷെ ആ പേര് പറഞ്ഞവർ നടന്നില്ല. അവർ അള്ളാഹുവിന് വേണ്ടി ഭൂമിയിൽ ജീവിക്കുക ചെയ്തത്. ഈ സമയത്ത് വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ചെങ്കിസ് ഖാന്റെ മംഗോളിയൻ ആക്രമണം. ഏഷ്യയിലെ പല പ്രദേശങ്ങളിലും അനറ്റോളിയയിലും പല പ്രദേശങ്ങളിലും എല്ലാം മംഗോളിയക്കാർ നേരിട്ട് ഭരണം നടത്തിയ കാലം ഉണ്ടായിരുന്നു. മംഗോളിയക്കാരെ പറ്റി പറയണ്ട. ചെങ്കിസ് ഖാനെ പോലത്തെ ഒരു ക്രൂരൻ ആരാ ലോക ചരിത്രത്തിൽ? 2 തരം ആക്രമണങ്ങളെ നേരിട്ടു. ഒരു ഭാഗത്ത് യൂറോപ്യൻസിന്റെ, ഒരു ഭാഗത്ത് മംഗോളിയക്കാരുടെ. പിന്നെ ഏഷ്യൻ രാജ്യങ്ങളെയും ആഫ്രിക്കൻ രാജ്യങ്ങളെയും വല്ലാതെ മംഗോളിയൻ യൂറോപ്യൻ ആക്രമണങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനുള്ള കാരണം നടുവിലുള്ള ആരുടെ സാന്നിധ്യമാണ്? ഉസ്മാനി സാന്നിധ്യമാണ്. ഇതാണ് ഇവിടെ പഠിക്കേണ്ടത്. അപ്പോൾ അവർ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി, ജൂതനടക്കമുള്ള അതിർത്തികളും വീടുകളും കാത്തു 800 കൊല്ലം. എരിത്തൂൾ ജനിക്കുന്ന സമയത്ത് പടിഞ്ഞാറ് നിന്ന് യൂറോപ്യൻ പടയാളികളും കിഴക്കുന്ന മംഗോളിയക്കാരും ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളെ ആക്രമിക്കുന്നത് പതിവായിരുന്നു. 1241 മുതൽ
1335 വരെ അനറ്റോളിയുടെ പല ഭാഗങ്ങളിലും മംഗോളിയർ ഭരിച്ചിട്ടുണ്ട്. 1241 മുതൽ 1335 വരെ. 1241 മുതൽ മംഗോളിയക്കാര് അവരൊരു പ്രത്യേക വർഗാണ്. ഒരു പ്രത്യേക, ഞാൻ പറഞ്ഞില്ലേ, കുതിര ഇറച്ചി തിന്നും, കുതിരപ്പാല് കുടിക്കും. ഒരു വിഭവങ്ങളൊക്കെ കുതിരപ്പാലാണ്, ഒരു ഭക്ഷണങ്ങളൊക്കെ കുതിരപ്പാലിൽ ഉണ്ടാക്കുക. ഒരു മതമൊന്നും അവർക്കില്ല, പ്രത്യേക വർഗ. 1077 മുതൽ 1308 വരെ അനറ്റോളിയ ഭരിച്ച സെൽജൂക്ക് സാമ്രാജ്യം തകരുന്നതിന് പ്രധാനപ്പെട്ട കാരണം 2 ആക്രമണങ്ങളാണ്. ഒരു ഭാഗത്ത് യൂറോപ്യൻസ് കുരിശുടമ എന്ന പേരിൽ, ഒരു ഭാഗത്ത് മംഗോളിയൻസ്. അങ്ങനെ സെൽജൂക്കുകൾ തകർന്നു, പൂർണ്ണമായി തകർന്നു. പിന്നീട് സെൽജൂക്കുകൾ തകർന്നപ്പോൾ വന്നതാരാ? അയ്യൂബികളാണ്. ഒന്ന് ഖലീഫയായില്ല, ഖാദിമുൽ ഹറമൈൻ ഷരീഫൈനിയായി. യൂറോപ്പിൽ നിന്ന്, കുരിശുദ്ധക്കാരിൽ നിന്ന് ജെറൂസലേമിനെ രക്ഷിക്കാൻ 1187 അദ്ദേഹത്തിന് കഴിഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് ഒരു പിൻഗാമി ഉണ്ടായില്ല. കുറഞ്ഞ കാലം കൊണ്ട് ദുർബലരായ അയ്യൂബികൾ തകർന്നുപോയി. അവരെ തകർത്തു ആര്? അവരുടെ പാദസേവകരായിരുന്ന മംലൂക്കികൾ തന്നെ. അതേ സമയത്ത്, അതായത് സലാഹുദ്ദീൻ അയ്യൂബി വലിയ ആളായിരുന്നു, പക്ഷെ അങ്ങനത്തെ ഒരു പിന്തലമുറ ഉണ്ടായില്ല. അതേസമയം ഉസ്മാൻ അങ്ങനെയല്ല. ഉസ്മാന് മഹ്മൂദ് അബ്ദുൽ ഹമീദ് രണ്ടാമനെ വരെ ഇടക്കൊക്കെ ചില 1-2 ദുർബലർ വന്നിട്ടുണ്ടെങ്കിലും, സുഖലോലുപന്മാർ വന്നിട്ടുണ്ടെങ്കിലും, ഏകദേശമൊക്കെ ധീരന്മാരും വില്ലാളി വീരന്മാരും സമർത്ഥന്മാരും സമുദായ സ്നേഹികളും നന്മയും ധർമ്മത്തെയും സ്ഥാപിക്കുന്നവരുമായ നീതിമാന്മാരാണ്. എന്താണ് കാരണം? അങ്ങനെ സെൽജൂക്കികൾ എന്ത് ചെയ്തു? സെൽജൂക്കികൾ അധികാരം കൊടുത്തതാണ് ആർക്ക്? നേരെ ആർക്ക്? എർത്തുളിന്. പിന്നെ ആർക്ക്? ഉസ്മാനികൾക്ക്. എർത്തുളിന് ശേഷം ഭരണാധികാരിയായ ഉസ്മാൻ ഒന്നാമൻ, അദ്ദേഹത്തിന്റെ കാലഘട്ടം 1252 മുതൽ 1326 വരെ. 1252 മുതൽ 1326 വരെ. ആര്? സാക്ഷാൽ ഉസ്മാൻ ഒന്നാമൻ. കായ് ഗോത്രവും ഓങ്കോസ് ഗോത്രവും കൂട്ടിയിട്ട് അദ്ദേഹം തുർക്കി സാമ്രാജ്യം സ്ഥാപിച്ചു. പിന്നെ അതങ്ങോട്ട് വികസിച്ചു. ഉസ്മാന്റെ കാലഘട്ടത്തിൽ മംഗോളിയൻ ആക്രമണം ദുർബലമായി. പക്ഷേ ഏറ്റവും വലിയ ആ കാലഘട്ടത്തിലെ ആക്രമം, ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ആക്രമം ബൈസന്റിയൻ സാമ്രാജ്യത്തിൻ്റെതാണ്. അതുകൊണ്ട് ബൈസന്റിയൻ സാമ്രാജ്യത്തെ ഒതുക്കി നിർത്തേണ്ടി വന്നു. ചില കാലങ്ങളിൽ ബൈസന്റിയൻകാർ തന്നെ സഹകരിച്ച് അവർ സമാധാനത്തിലായിട്ടുണ്ട്. പക്ഷേ മുമ്പും പിമ്പും ബൈസന്റിയൻ റോമൻ സാമ്രാജ്യം ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാക്കി. അതാണ് 1453 മുഹമ്മദ് അൽ ഫാത്തിഹോടുകൂടെ പൂർണ്ണമായി ഇല്ലാതായത്. അതും ഉസ്മാനിയാണ്. ബൈസന്റിയൻ സാമ്രാജ്യത്തിലെ കോട്ടയായിരുന്ന പുൽക്കാഹിസാർ കോട്ട ആയിരക്കണക്കിന് റോമൻ പടയാളികൾക്കെതിരെ 300 കായ് ഗോത്രത്തിലെ പട്ടാളക്കാരുമായി ഉസ്മാൻ മോചിപ്പിച്ചു. അതിന് കാരണം എന്താ? അദ്ദേഹത്തിന്റെ സഹോദരനെ പുത്രനെ ബൈസന്റിയൻകാർ കൊന്നു. അതിന് പ്രത്യേകമായി 300ഓളം കായ് പട്ടാളക്കാരുമായി പോയിട്ടാണ് ഉസ്മാൻ മോചിപ്പിച്ചത്. ഈ ഒരു കാലയളവ് 1252 മുതൽ 1326 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. 1317 മുതൽ 1320 വരെ നടന്ന സെൽജൂക്കി ബൈസന്റിയൻ ആ യുദ്ധത്തില് ബൈസന്റിയൻകാർ കൈയടക്കി വെച്ചിരുന്ന ഉർസ പട്ടണം മോചിപ്പിക്കാനും ഉസ്മാനികൾക്ക് കഴിഞ്ഞു. 1317 മുതൽ 1320 വരെ ബുർസ പട്ടണം അങ്ങനെ തുർക്കികളെ കയ്യിലായി. 1331 ബുർസ പട്ടണത്തിൽ 1320 ബുർസ പട്ടണം ബൈസന്റിയൻ റോമൻ എംപയറിൽ നിന്ന് ഉസ്മാനികൾ മോചിപ്പിക്കുന്നത്. 1331 ഇവിടെ ഇബ്നു ബത്തൂത്ത വരുന്നുണ്ട്. ഇബ്നു ബത്തൂത്തയുടെ അർരിഹലയിൽ കാണാം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജൂതന്മാരും ഒക്കെ ബുർസ പട്ടണത്തിൽ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ചരിത്രം. മോചിപ്പിച്ചത് ആരുടെ കയ്യിൽ നിന്നാണ്? ക്രിസ്ത്യാനികളുടെ കയ്യിൽ നിന്ന്. അവരല്ലേ ബൈസന്റിയൻ റോമൻ എംപയർ. എന്നിട്ട് ആ രാജ്യത്തിൽ സന്തോഷത്തോടെ ക്രിസ്ത്യാനികൾ ജീവിക്കുക. എന്തുകൊണ്ട്? ഈ ചക്രവർത്തിമാരുടെ കൊണ്ട് വളരെ ദ്രോഹമുള്ളവരായിരുന്നു അക്കാലത്ത് ക്രിസ്ത്യാനികൾ തന്നെ. അവരുടെ കൂടി സഹകരണത്താലാണ് ബുർസ പട്ടണം മോചിപ്പിച്ച് അവരെ സന്തോഷത്തോടെ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ ജൂതന്മാർ ജീവിച്ചു. 1328 മുതൽ 1331 വരെയുള്ള കാലഘട്ടത്തിൽ ആ സമയത്ത് 326 ഉസ്മാൻ മരിക്കുന്നുണ്ട്. ഓർഖാനാണ് ആ കാലത്ത് ഭരണാധികാരി. വളരെ കരുത്തുള്ള ഒരാളാണ്. ബൈസന്റിയൻ പടയാളികളെ തോൽപ്പിച്ചത് നിക്കായ പട്ടണം പിടിച്ചെടുത്തു, അനറ്റോളിയ തന്നെ. അങ്ങനെ അവരെ കയ്യിൽ ആകെ എന്തായി? ക്രമേണ ബൈസന്റിയൻ റോമൻ സാമ്രാജ്യത്തിന്റെ കയ്യിൽ ആകെ കോൺസ്റ്റാന്റിനോപ്പിൾ മാത്രമാക്കി ചുരുക്കി. ആ കോൺസ്റ്റാന്റിനോപ്പിളാണ് 1453 ആര് പിടിച്ചെടുത്തത്? മുഹമ്മദ് അൽ ഫാത്തിഹ്. 1341 മുതൽ 1347 വരെ ബൈസന്റിയൻ സാമ്രാജ്യത്തിൽ ആഭ്യന്തര യുദ്ധത്തിലാണ്. അതായത് ബൈസന്റിയൻ ചക്രവർത്തിമാർക്കിടയിൽ ആഭ്യന്തര യുദ്ധം ഉണ്ടായി. ഈ ആഭ്യന്തര യുദ്ധം ഉണ്ടായപ്പോൾ അക്കാലത്ത് ജോൺ 6 യഥാർത്ഥത്തിൽ ബൈസന്റിയൻ ചക്രവർത്തി ആകേണ്ടത്. പക്ഷെ സഹോദരന്മാർ സമ്മതിച്ചില്ല. അപ്പോൾ ഈ ജോൺ 6 ചക്രവർത്തി അനറ്റോളിയയിലെ ഉസ്മാനികൾക്ക് കത്തെഴുതി എന്നെ സഹായിക്കണം. അങ്ങനെ ബൈസന്റിയൻ റോമൻ ചക്രവർത്തിയായ ജോൺ 6 ഈ കാലത്ത് സഹായിച്ചു ആര്? ഉസ്മാനികൾ. അത് കാരണമായിട്ട് ഏകദേശം 1395 വരെ,
അതായത് 14-ാം നൂറ്റാണ്ട് അവസാനിക്കുന്നവരെ ബൈസന്റൈൻ റോമ സാമ്രാജ്യം വല്ലാതെയൊന്നും പിന്നെ ഇങ്ങോട്ട് ആക്രമിച്ചില്ല, ഏഷ്യക്കാരെ ആക്രമിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ജോൺ ആറാമനെ സഹോദരന്മാർ വധിക്കാൻ ഒരുങ്ങിയപ്പോൾ, ജോൺ ആറാമൻ ആരാ? ബൈസന്റൈൻ റോമൻ ചക്രവർത്തിയായിരുന്ന ആൾ. അദ്ദേഹത്തിന്റെ സഹോദരന്മാർ അദ്ദേഹത്തെ ഉപദ്രവിച്ചു. അവിടെ രക്ഷപ്പെടുത്തിയത് ഉസ്മാനി മുസ്ലിമീങ്ങൾ. അങ്ങനെ 1345 വരെ പിന്നെ കാര്യമായ ശല്യമൊന്നും ഇവർ ചെയ്തില്ല. പിന്നെ പ്രശ്നമുണ്ടായി. അതേ സമയത്ത് വേറെ ചില പ്രശ്നങ്ങളുണ്ടായി. കൊസോവയിൽ നിന്ന് ചില രാജാക്കന്മാർ, കിങ്ഡം ഓഫ് സെർബിയ, ബോസ്നിയൻ രാജവംശം, മുസാക്ക രാജവംശം എല്ലാവരെല്ലാം ഒത്തുചേർന്ന് അന്ന് ഉസ്മാനികളെ തുരത്താൻ തീരുമാനിച്ചു. അന്ന് ഉസ്മാനികൾ യുദ്ധം ചെയ്തു. ആ ഉസ്മാനികളെ യുദ്ധം ചെയ്തപ്പോൾ അക്കാലത്ത് 1396 നിക്കപ്പൊളസ് യുദ്ധം. ഈ നിക്കപ്പൊളസ് യുദ്ധം എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ വലിയ സംഘങ്ങൾ ഉസ്മാനികൾക്കെതിരെ, എന്നിട്ടും അവരെ ജയിച്ചു. അപ്പൊ അള്ളാഹു അവർക്ക് കൊടുത്ത കഴിവെത്ര? ഏതൊക്കെ സാമ്രാജ്യങ്ങൾ ആണോ ഇവർക്കെതിരെ വന്നത്? ഒന്ന് റോമൻ എംപയർ, ഹോളി റോമൻ എംപയർ, കാത്തലിക് ക്രിസ്ത്യൻസ് മുഴുവൻ അക്കാലത്ത് അവരെ കൂടെയാണ്. 2 ബൊഹീമിയൻ സാമ്രാജ്യം, 3 ഡച്ച് സാമ്രാജ്യം, 4 ഫ്രഞ്ച് സാമ്രാജ്യം, ഫ്രഞ്ചും അന്നും ഉസ്മാനികൾ സഖ്യത്തിലായിട്ടില്ല. 5 ബർഗുഡേ സാമ്രാജ്യം, 6 ഹംഗേറിയൻ സാമ്രാജ്യം, 7 ട്രാൻസ്വേനിയൻ സാമ്രാജ്യം, 8 കിങ്ഡം ഓഫ് ക്രൊയേഷ്യ, 9 വലാൻസിയ സാമ്രാജ്യം, 10 വെനീസ്, 11 ജിനുവ സാമ്രാജ്യം, 12 ബൾഗേറിയൻ സാമ്രാജ്യം, 13 പോളിഷ് സാമ്രാജ്യം, 14 ലൈബീരിയൻ സാമ്രാജ്യം, 15 ആർഗോൺ സാമ്രാജ്യം, ഇവരെല്ലാം 16 നവാരെ സാമ്രാജ്യം, 17 തിയോട്ടോണിക് സാമ്രാജ്യം, 18 ബൈസന്റൈൻ സാമ്രാജ്യം. എല്ലാവരും ഒന്നിച്ച് ഉസ്മാനികളെ തുരത്തുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. 1396 ഫ്രാൻസും ഉസ്മാനികൾ തമ്മിൽ കരാറുണ്ടാകുന്ന 1536 ഇത് 1396 യൂറോപ്പ്, ഫ്രാൻസ് അടക്കം ഒന്നിച്ച് ഉസ്മാനികളെ തുരത്താൻ വേണ്ടി വന്നു. പക്ഷേ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ബാൽക്കൻ പ്രദേശത്ത് മുഴുവനും 18 സാമ്രാജ്യത്തെ പട്ടാളക്കാർ വന്ന് ഉസ്മാനികളെ നേരിട്ടു. പക്ഷേ ഒന്നും നടന്നില്ല. എന്ന് മാത്രമല്ല, ബാൽക്കൻ പ്രദേശത്ത് കൈവശമില്ലാത്ത ഒരുപാട് നാടുകൾ പിടിച്ചടക്കാൻ ഈ സന്ദർഭത്തിൽ ഉസ്മാനികൾക്ക് കഴിഞ്ഞു. പടച്ചോൻ ഉസ്മാനികളെ സഹായിച്ചു. അന്ന് യൂറോപ്പ് മുഴുവൻ ഉസ്മാനികൾക്കെതിരെ വന്നു 1396. പിന്നെണ്ടായി 1443 വാർണക്കുരിശ് യുദ്ധം നടന്നിട്ടുണ്ട് ഉസ്മാനികൾക്കെതിരെ. അന്നത്തെ പോപ്പായിരുന്ന യൂജിൻ 4-മനാണ് കത്തോലിക് രാജ്യങ്ങളെ ഉസ്മാനികൾക്കെതിരെ ഇളക്കിവിട്ടത് 1443. എന്നാൽ അന്ന് മുറാദ് 2-മനായിരുന്നു ഭരണാധികാരി. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. 1443 അന്ന് 1443 ഉസ്മാനികൾക്കെതിരെ കുരിശുദ്ധത്തിൽ വന്ന രാജ്യങ്ങൾ: 1 പോളണ്ട് സാമ്രാജ്യം, 2 ഹംഗേറിയൻ സാമ്രാജ്യം, 3 ക്രൊയേഷ്യൻ രാജ്യം, 4 ലിത്താനിയൻ സാമ്രാജ്യം, സെർബിയയിലെ ഡെസ്പോട്ടറ്റ് സാമ്രാജ്യം, അതായത് ബ്രാങ്കോവിച്ചിന്റെ കുടുംബം അല്ലാത്ത വേറെ സാമ്രാജ്യം ഉണ്ടായിരുന്നു അന്ന് സെർബിയയിൽ. അവര് അന്ന് മാര ബ്രോങ്കോവിച്ച് അന്ന് ആരാണ് ഇവരെ കൊട്ടാരത്തിലുണ്ട്. ആ ഒരു കാര്യമാണത്. പിന്നെ ബൊഹീമിയൻ സാമ്രാജ്യം, ബൾഗേറിയൻ സാമ്രാജ്യം, ബോസ്നിയൻ സാമ്രാജ്യം, ഇറ്റാലിയൻ സാമ്രാജ്യം, വെനീസ് സാമ്രാജ്യം, റഗൂസ് സാമ്രാജ്യം, ഒന്നടങ്കം 11ഓളം സാമ്രാജ്യങ്ങളെ ജൂലിയൻ 4-മൻ എന്ത് ചെയ്തു? ഇവർക്കെതിരെ ഇളക്കി വിട്ടു 1441. പക്ഷേ ഈ യുദ്ധത്തിൽ ഉസ്മാനികൾ വിജയിച്ചു എന്ന് മാത്രമല്ല, ബാൽക്കൻ ഏരിയയിലെ എല്ലാ പ്രദേശങ്ങളും അന്ന് ഉസ്മാനികൾക്ക് കീഴിലായി. 1441 നടന്ന യുദ്ധത്തിൽ 1448 വീണ്ടും കൊസോവ യുദ്ധം നടന്നു. അവിടെയും അത് മുറാദ് 2-മന്റെ കാലത്താണ്. പക്ഷേ ഉസ്മാനികൾ അവിടെയും വിജയിച്ചു, കൊസോവ പിടിച്ചെടുത്തു. ഇതെല്ലാം ഈ അധിനിവേശങ്ങളെയെല്ലാം എന്തുകൊണ്ടാണ് ഉസ്മാനികൾ ചെറുത്തത്? ഇതിലൂടെ അവർക്ക് എന്ത് കഴിയും? ഈ അധിനിവേശങ്ങൾ വന്നാൽ ഏഷ്യൻ രാജ്യങ്ങളിൽ നരനായാട്ട് നടത്താൻ എളുപ്പത്തിൽ ഇവർക്ക് കഴിയും. നീതിരഹിതമായ ഭരണകൂടങ്ങളാണ് അക്കാലത്ത് അവിടെയൊക്കെ ഭരിച്ചിരുന്നത്. അതുകൊണ്ടാണ് നീതിക്ക് വേണ്ടി ഉസ്മാനികൾ, ഒരു നീതിയുക്തനായ ഒരു രാജാവിനെതിരെ ഉസ്മാനികൾ ഭരണം പടപ്പുറപ്പ് നടത്തിയത് ചരിത്രത്തിൽ കാണിക്കാൻ കഴിയില്ല. ഒരു നീതിയുക്തമായ രാജ്യത്തിനെതിരെയോ ഒരു നീതിമാനായ രാജാവിനെതിരെയോ ഉസ്മാനികൾ ഒരു യുദ്ധം നടത്തിയ ചരിത്രം 1200 മുതൽ, അന്നാണല്ലോ എർത്തൂറിന്റെ കാലഘട്ടം തുടങ്ങുന്നത്, അത് മുതൽ 1909 വരെയുള്ള കാലഘട്ടത്തിൽ കാണിക്കാൻ സാധ്യമല്ല. അങ്ങനെ അവസാനം അതാണ് 1441 യുദ്ധം. അതോടുകൂടെ യൂറോപ്പിലൊക്കെ മനസ്സിലായി ഇവരോട് മുട്ടിയിട്ട് കാര്യമല്ല. 12 കൊല്ലം കഴിഞ്ഞിട്ട് 1453 കോൺസ്റ്റാന്റിനോപ്പിൾ, അന്ന് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കാൻ വേണ്ടി ഇവർ വരുമ്പോൾ യൂറോപ്യന്മാർ ഇവരെ കൂടെ നിന്നോടുത്തില്ല. ആരെ കൂടെ? കോൺസ്റ്റാന്റിനോപ്പിൾക്കാർ. എന്തുകൊണ്ട്? ഇനി സ്വന്തം രാജ്യം നശിപ്പിക്കണ്ട. ഉസ്മാനികൾക്കെതിരെയുള്ള കുരിശുദ്ധാണ് 1441 നടക്കുന്നത്. ആ 1441 എന്താ നടന്നത്? രാജ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി. യൂറോപ്പിന് എല്ലാം ആരുടെ കീഴിലായി?
പക്ഷെ ജനങ്ങൾ സന്തോഷിച്ചു. എന്തുകൊണ്ട്? മുസ്ലിം, ക്രിസ്ത്യാനി, ജൂതൻ എന്ന വ്യത്യാസമില്ലാതെ അവരുടെ രാജ്യത്തിൽ സന്തോഷകരമായി ജനങ്ങൾ ജീവിച്ചു. ബൈസന്റൻകാർ അങ്ങനെയല്ല. ബൈസന്റൻകാർ അവരുടെ കീഴിലുള്ള ക്രിസ്തീയ രാജ്യങ്ങൾ അവരെ ആക്രമിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് 1453 മുഹമ്മദുൽ ഫാത്തിഹ് ബൈസന്റൻ തലസ്ഥാനമായ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് വരുമ്പോൾ ഒരു യൂറോപ്യൻ രാജ്യം അവർ സഹായിച്ചില്ല, സഹായിക്കാൻ വന്നില്ല. ഒന്ന്, അവർ സഹായിക്കപ്പെടേണ്ടവരല്ല. രണ്ട്, ഉസ്മാനികളെ വെറുപ്പ് സമ്പാദിക്കേണ്ട എന്ന് വിചാരിച്ചു. ഇതൊക്കെ നമ്മൾ ശരിക്കും കൃത്യമായി മനസ്സിലാക്കണം. അതായത് 700-800 കൊല്ലത്തിലേറെ മാനവരാശിയുടെ അതിർത്തി കാത്തത് ഉസ്മാനികളാണ്. ഈ പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ആക്രമണങ്ങളെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പോർച്ചുഗീസുകാർക്കെതിരെ 1500 മുതൽ 1600 വരെയാണ്. 1500 വാസ്കോഡി ഗാമ വരുന്നത്. 1600 വരെ ഉസ്മാനി പോർച്ചുഗീസ് യുദ്ധം നടന്നിട്ടുണ്ട്. ഇതൊക്കെ ആർക്ക് വേണ്ടിയ? സത്യത്തിൽ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വേണ്ടി, കേവലം ഉസ്മാനികൾക്ക് വേണ്ടിയല്ല. അന്ന് ഗുജറാത്ത് ഭരിക്കുന്നത് ഗുജറാത്ത് സൽത്തനത്താണ്, കോഴിക്കോട് ഭരിക്കുന്നത് സാമൂതിരിയാണ്. ഈ കാലഘട്ടത്തിൽ വല്ലാത്ത സേവനമാണ് അവർ ചെയ്തത്. മാത്രമല്ല സുഡാന്, സൊമാലിയ എന്നിവയൊക്കെ ഭരിച്ചിരുന്ന അദാൽ സൽത്തനത്ത്, ഈ അദാൽ സൽത്തനത്തിന്റെ കീഴിലായിരുന്നു സുഡാൻ, സൊമാലിയും. അവിടെ പോർച്ചുഗീസ് ആക്രമണം ഉണ്ടായപ്പോൾ ഈ അദാൽ സൽത്തനത്തിന് കീഴിലുള്ള രാജ്യങ്ങളെ സംരക്ഷിച്ചത് സാക്ഷാൽ ഈ ഉസ്മാനികളാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലും അതിന്റെ വാലായ പേർഷ്യൻ ഉൾക്കടലിലുമെല്ലാം ഉണ്ടായ പോർച്ചുഗീസിന്റെ ആധിപത്യത്തെ സത്യത്തിൽ ഇല്ലാതാക്കിയത് ഇവരാണ്, ഉസ്മാനികളാണ്. 1498 മെയ് 20 വാസ്കോഡി ഗാമ ആദ്യം വരുന്നത്. പിന്നെ തിരിച്ചുപോയി 1500 തിരിച്ചു വന്നു. ഈ ഒരു വരവിന് പ്രത്യേകത ഉണ്ട്. 500 കൊല്ലത്തിലേറെ നീണ്ടു നിന്ന കൊളോണിയൽ വാഴ്ചയുടെ തുടക്കമാണ് വാസ്കോഡി ഗാമയുടെ വരവ്. വാസ്കോഡി ഗാമക്ക് മുമ്പ് ഇന്ത്യയിൽ ഒരു കൊളോണിയൽ വാഴ്ച ഉണ്ടായിട്ടില്ല. ആദ്യത്തെ കൊളോണിയൽ ആക്രമണമാണ് 1500. ആരുടെ കാലം? ആരാണ് നേതൃത്വം കൊടുത്തത്? വാസ്കോഡി ഗാമ. പിന്നെ ഇന്ത്യ കോളനിയായി ആദ്യം ആരുടെ? പോർച്ചുഗീസുകാരുടെ. പിന്നെ ഡച്ചുകാര്, ഫ്രഞ്ചുകാര്, ബ്രിട്ടീഷുകാര്. ഈ കോളനി അവസാനിപ്പിക്കുന്ന എവിടെയാ? 1947 ഓഗസ്റ്റ് 15. ഇന്ത്യ അല്ലാത്തവർ അടിമയാക്കിയതിന്റെ പിതാവാണ് ആര്? ഇന്ത്യ അല്ലാത്തവർ അടിമയാക്കലിന്റെ പിതാവാണ് ആര്? വാസ്കോഡി ഗാമ. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി ആണെങ്കിൽ ഇന്ത്യയെ കോളനിയാക്കലിന്റെ പിതാവ് ആരാ? വാസ്കോഡി ഗാമ. അതിന് മുമ്പ് ഒരാൾ ഇന്ത്യ കോളനി ആക്കിയിട്ടില്ല. അതിന് മുമ്പ് ഇവിടെ ഭരിക്കേണ്ട ആര്? മുഗളന്മാര്. അവർ മധ്യേഷ്യക്കാരാ, പക്ഷെ അവർ ഈ നാട്ടുകാരായി. ഈ നാട്ടിൽ നേട്ടമുണ്ടായില്ല. പലരും ഇവിടെ വന്നിട്ടുണ്ട്. അതേ സമയത്ത് നിങ്ങൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. അതേ സമയത്ത് ഇവിടെ ഒരു സാമ്രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി വരുന്ന എന്തിനാ? ഞാൻ പറഞ്ഞത് ഏതോ വിദേശ രാജാക്കന്മാരെ ആക്രമണം ഇന്ത്യയിൽ നടന്നിട്ടില്ല എന്നല്ല. അങ്ങനെ ഉണ്ടാവാം. ഒരു സാമ്രാജ്യം സ്ഥാപിക്കുന്നതിന് കൊളോണിയൽ ലക്ഷ്യമാകുക, ഇവിടെ ഊറ്റിക്കൊണ്ടുപോകുക, ഇവിടുത്തെ ജനങ്ങൾ അടിമയാക്കുക. അങ്ങനത്തെ താല്പര്യത്തിൽ ആദ്യം തുടങ്ങുന്നത് ആരാ? വാസ്കോഡി ഗാമ. അത് തുടങ്ങലിന് ആദ്യത്തെ തുടക്കാണെന്ത്? ഹജ്ജ് കപ്പൽ മുക്കി 1500. ഈ കോളനി അവസാനിക്കുന്ന 1947. 447 കൊല്ലം കോളനി വാഴ്ച ഉണ്ടായത്. ഈ കോളനി വാഴ്ച തുടങ്ങുന്ന കാലത്താണ് ആര് ഇവരെ എതിരിട്ട്? ഉസ്മാനികള്. പിന്നെ 18ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ കയറി വന്നു. പക്ഷെ ഇവർക്ക് പിതാക്കന്മാരാരാണ്? പോർച്ചുഗീസുകാര്. യൂറോപ്പിന്റെയും ഏഷ്യൻ രാജ്യങ്ങളുടെയും ആഫ്രിക്കൻ രാജ്യങ്ങളുടെയും ഒരു കേന്ദ്രം, ഒരു പോർട്ടിന്റെ കേന്ദ്രമായിരുന്നു അക്കാലത്ത് കോഴിക്കോട്. സുഖവാസ കേന്ദ്രമായിരുന്നു കോഴിക്കോട്. ജൂതന്മാർ ഇഷ്ടം പോലെ, ക്രിസ്ത്യാനികൾ ഇഷ്ടം പോലെ, മുസ്ലിങ്ങൾ ഇഷ്ടം പോലെ. ഭരിക്കുന്ന ആര്? സാമൂതിരി രാജാവ്. ഒരു കുഴപ്പമില്ല, ഉണ്ടായിട്ടില്ല. അപ്പോൾ കോളനി വാഴ്ചയുടെ പിതാവാണ് സത്യത്തിൽ ആര്? ഞാൻ പറയട്ടെ, ഇന്നിപ്പോ നമ്മൾ കാപ്പാട് കടപ്പുറത്ത് എന്തുണ്ടാക്കി വെച്ചിട്ടുണ്ട്? സ്മാരകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമ്മളെ അടിമയാക്കിയ ആദ്യത്തെ പാപ്പാന്റെ. അപ്പോൾ നമ്മുടെ ഒരു വിഡിത്തം എത്രയാണ്? അതിനെന്താ കാരണം? ഇന്ന് നമുക്കൊരു യൂറോപ്യൻ അടിമ മനസ്സ് ഒന്നുകിൽ, അല്ലെങ്കിൽ നമ്മളെ തോളത്തിരുന്ന ആരോ നമ്മളെ മറ്റുള്ളവർക്ക് ഇപ്പോഴും അടിമയാക്കാനുള്ള ഒരു കളി കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വാസ്കോഡി ഗാമക്ക് ഇവിടെ എങ്ങനെയാ ഒരു സ്മാരക സ്തൂപം ഉണ്ടാവുക? ഈ 1500 മൊത്തം ഇന്ത്യ ഇവര് വിഴുങ്ങുമായിരുന്നു ആരില്ലെങ്കിൽ, ഉസ്മാനികളില്ലെങ്കിൽ. 1500-1600 അറബിക്കടലില് പേർഷ്യൻ ഉൾക്കടലിൽ ഇന്ത്യൻ മഹാസമുദ്രത്തില് തെരഞ്ഞു പിടിച്ച് ശരിയാക്കുന്നത് ആര്? ഉസ്മാനികൾ. കാരണം ഇവര് യൂറോപ്പിന് ഇറങ്ങിയതാണ്. എന്തിന്? ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ നശിപ്പിക്കാൻ. അവിടെ ഇത് മുഴുവനും നേരിട്ടതാരാ? ഉസ്മാനി നാവികന്മാര്. അതുകൊണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇവരുടെ എല്ലാ സ്വാധീനവും 1600 ആയപ്പോഴത്തേന് ഇല്ലാതായി. ചില പോർട്ടുകൾ അവർ പിടിച്ചു, ഗോവ പോലെ. കോഴിക്കോട് അവർക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല. കോഴിക്കോട് പിടിക്കാൻ കഴിഞ്ഞ കണക്കാക്കിയിട്ടായിരുന്നു ഗുജറാത്തിൽ ദ്വീപിൽ അവരുടെ പോർട്ട് ഉണ്ടായിരുന്നത്. അത് ഉസ്മാനികൾ തകർത്തു ഗുജറാത്തിന്. അപ്പോൾ പിന്നെ അതിന് ലാഭാരം നേടിയത് സാമൂതിരി രാജാവ്. അതേ സമയത്ത് വഹാബികൾ യൂറോപ്യന്മാരാണ് കയറ്റി, നമ്മുടെ സംസ്കാരം തകർത്തു.
ആധുനിക വഹാബികൾക്ക് മക്കയേക്കാൾ മദീനക്കാളേക്കാൾ ഇഷ്ടം വാഷിംഗ്ടൺ ജനീവയായി അവിടെ പോയി കള്ളു കുടിച്ച് വ്യഭിചരിച്ച് കടന്നുറങ്ങാം. 800 കൊല്ലം ഉസ്മാനി സൂഫികളായ സുന്നികൾ അവരാരാ? ഖാദിരികൾ, റിഫായികൾ, നക്ഷബന്ദികൾ, സൂറവർത്തികൾ. ഈ ത്വരീഖത്തിന്റെ മശായിഖന്മാരുടെ തെർബിയത്തുള്ള ശിഷ്യന്മാരാണ് ഈ ഉസ്മാനി ഖലീഫമാര്. അവര് തെരഞ്ഞു പിടിച്ച യൂറോപ്യൻ ആക്രമണത്തെ അധിനിവേശത്തെ ഇല്ലാതാക്കി. അത് എന്ത് ചെയ്തു? നേരെ വാതിലും തുറന്നെടുത്തു യൂറോപ്യന്മാർക്ക്. ആര്? വഹാബികൾ. അതിനുള്ളിൽ നിന്ന് ചെയ്യിപ്പിച്ചു. ആര്? ഉസ്മാനികളെ. എന്നിട്ട് അവര് കഷ്ടം വെട്ടിക്കൊടുത്ത് സ്ഥലത്ത് ഇവര് രാജാണ്, ഞാൻ രാജാവാന്ന് പറഞ്ഞ് ജീവിക്കുക. ഇവരെന്ത് രാജാവ്? ഇവരെ വാല് മറ്റൊരു അമ്മിന്റെ വീട്ടിലാണ്. ഇത് സത്യമാണ്. ഇവിടെ തെറുക്കുൽ മുവാലാത്ത് എന്നത് എഴുതിയ ആളുകൾ ഇത് പഠിച്ചവരാണ്. ഈ രാജാക്കന്മാരെ ഈ യൂറോപ്യൻ ശക്തികൾക്ക് വേണ്ടിയിട്ട് ഉള്ളിൽ നിന്ന് അടിച്ച് തകർത്തു. എന്നിട്ട് ആ രാജാക്കന്മാർക്ക് ഏഷ്യൻ മുസ്ലിം രാജ്യങ്ങളിൽ കയറാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് ഈ ജാരസന്താനങ്ങളാൽ ഉണ്ടാക്കപ്പെട്ട ഈ രാജ്യങ്ങള് അവരെ കയ്യിൽ, അവരെ ചന്തിന്റെ ചോട്ടിൽ കൈവച്ച് കൊടുത്തിട്ട് എരന്ന് വാങ്ങി. ആര്? ഈ വഹാബികൾ. എന്നിട്ട് അവർക്കനുസരിച്ച് ഭരണം നടത്തുക. ഇവരെ സുഖിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ ഇവർ അങ്ങോട്ടാ പോണത്. അവർക്ക് മക്കി മദീന വിശേഷമല്ല. ഏതെങ്കിലും ഒരു രാജാവ് മരിച്ചപ്പോൾ വസിയത്ത് ചെയ്ത് തന്നെ മദീനത്ത് മറവിയാണ്. എന്തുകൊണ്ട്? മദീന വരെ ചിത്രത്തില്ല. ഏതെങ്കിലും ഒരു രാജാവിന്റെ മകൻ. ഞാൻ പറയട്ടെ, 1926 മുതലാണല്ലോ പൂർണ്ണാധികാരി, 24 മുതൽ പൂർണ്ണാധികാരി അബ്ദുൽ അസീസ് രാജാവിന്. അയാൾക്ക് എത്ര കുട്ടികളുണ്ട്? എത്ര കുട്ടികളുണ്ട് അയാൾക്ക്? ഒരു കുട്ടി വസിയത്തില്ല, എനിക്ക് മദീനത്ത് മറവ് ചെയ്യപ്പെടണം, എന്നെ റൗള ഷരീഫിന്റെ പരിസരത്ത് കിടത്താന്ന് പറഞ്ഞാൽ മദീന പള്ളിന്റെ ഒരു സൈഡിൽ ഒരു ഖബറുണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കാത്ത ആളുണ്ടാവോ? അതിന് വസിയത്ത് ചെയ്തല്ലോ അവര്. എന്ത്? അവരെ ചിത്രത്തിൽ എന്തില്ല? മദീനല്ല. അവർ വസിയത്ത് ചെയ്തത് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ അടുത്ത് കിടക്കാനാണ്. എന്തുകൊണ്ട്? അവർ വഹാബികളാണ്. അവർ വഹാബികളാണ്. അവർ മുഹിബ്ബീങ്ങളല്ല. അവർ മദീനയുടെ മുഹിബ്ബീങ്ങളല്ല. നമ്മളെ കൊതിയണ്ട. നമ്മൾ മൂത്തടുത്താണെങ്കിലും എന്താണ് നമ്മൾ ആഗ്രഹം? എന്താ? പഠിച്ചോനെ എന്നെ മദീനയെ മറവ് ചെയ്യണേ. എന്തുകൊണ്ട്? നമ്മളെ ഹൃദയത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഏതാണ്? മദീനയാണ്. 1500 സാമൂതിരി രാജാവ് യുദ്ധം പ്രഖ്യാപിക്കുന്നുണ്ട് വാസ്കോഡി ഗാമക്കെതിരെ. 1506 ശ്രദ്ധിക്കണേ, പോർച്ചുഗീസ് നാവിക ക്യാപ്റ്റനായ ലൗറൻകോ അൽമേഡക്കെതിരായി ഉസ്മാനികളെ സഹായം അഭ്യർത്ഥിച്ച് കത്തയച്ചു. ആര്? സാമൂതിരി രാജാവ് കോഴിക്കോട്ട് നിന്ന് ഉസ്മാനികൾക്ക് കത്തയച്ചു. ഞങ്ങളെ വല്ലാതെ ശല്യം ചെയ്യുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറബിക്കടലിലും ആര്? അൽമേഡയുടെ സൈന്യം. അൽമേഡ എന്ന് പറഞ്ഞ പോർച്ചുഗീസ് ക്യാപ്റ്റൻ. അയാളുടെ കീഴിലുള്ള പട്ടാളം ഞങ്ങൾക്ക് വേണ്ട വിഭവങ്ങൾ തടയുക, വിഭവങ്ങൾ കൊണ്ടുവരുന്ന കപ്പലുകൾ മുക്കിക്കളയുക, ഇങ്ങനെയൊക്കെ പല ഉപദ്രവം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ 1506 കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് കത്തയച്ചു. ഉസ്മാനി തലസ്ഥാനത്തേക്ക് കത്തയച്ചു. ആര്? സാമൂതിരി രാജാവ്. അന്ന് ആരാ രാജാവാരാ? ഉസ്മാൻ രാജാവാരാ? ബയസിദ് രണ്ടാമൻ. ആരുടെ വാപ്പ? സലീം ഒന്നാമന്റെ വാപ്പ. സലീം ഒന്നാമൻ വരുന്ന 1512. സലീം ഒന്നാമൻ എന്ന ആദ്യത്തെ ഉസ്മാനി ഖലീഫയുടെ വാപ്പയാണ് ആര്? ബയസിദ് രണ്ടാമൻ. ബയസിദ് രണ്ടാമന് കത്തയക്കുന്നത് ആരാ? കോഴിക്കോട്ടെ സാമൂതിരി രാജാവ്. ആർക്കെതിരെ? പോർച്ചുഗീസുകാരെ അറബിക്കടലിൽ തുരത്തി തരണം. തുരത്തി കൊടുത്തു. ആര്? ഉസ്മാനികള്. 1509 ദിയു ദ്വീപിലെ ഗുജറാത്തിന് തെക്കുള്ള ആ ദിയു ദ്വീപിലാണ് പോർച്ചുഗീസ് ആസ്ഥാനത്തെ ഉസ്മാനികൾ ആക്രമിക്കുന്നത്. അവര് ദിയു ദ്വീപിലാണ് അവരുടെ കേന്ദ്രം. അവരാണ് ഇവിടെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തീരങ്ങൾ മുഴുവൻ ഇന്ത്യ രാജ്യം എല്ലാ പോർട്ടും ആക്രമിക്കുന്നത്. അതുകൊണ്ട് ഉസ്മാനികൾക്ക് ശല്യമില്ല. പക്ഷെ ഉസ്മാനികൾ പട അയച്ചിട്ട് ദിയു ദ്വീപിലെ പോർച്ചുഗീസ് ആസ്ഥാനത്തെ തകർത്തു. ആരുടെ അഭ്യർത്ഥന കാരണം? സാമൂതിരി രാജാവിന്റെ. അത് പ്രകാരം രണ്ടാമൻ ആര്? ജൈനുദ്ദീൻ രണ്ടാമൻ തുഹ്ഫത്തുൽ മുജാഹിദീൻ. അത് പരിഭാഷപ്പെടുത്തിയ വേലായുധൻ മണിക്കശ്ശേരി. ഇതിന് വേലായുധൻ മണിക്കശ്ശേരി തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഒരു ഇമാമായ, മുസ്ലിം ഉമ്മത്തിന് ഇമാമായ മഹാനായ ജൈനുദ്ദീൻ രണ്ടാമൻ ഒരു കാലഘട്ടം 1531 മുതൽ 1583 ഫതവ. 1531 ജനിച്ചു. 1583 വഫാത്തായി ജൈനുദ്ദീൻ രണ്ടാമൻ. അതായത് ഈസവി കണക്കിൽ 52 വയസ്സ്, ഹിജരി കണക്കിൽ 53 സിസ്റ്റം. ആർക്ക്? ജൈനുദ്ദീൻ രണ്ടാമന്. അവരെഴുതിയ കിതാബാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. അവരെഴുതി തന്നെയാണ് എന്ത്? ഫത്തുൽ മൊയ്ന്. 1517 പോർച്ചുഗീസുകാർ ഇന്തോനേഷ്യ പിടിച്ചടക്കി. അപ്പോൾ ഇന്തോനേഷ്യക്കാര് ഉസ്മാനികളെ സഹായം നേടി. ആക്ക ഭരണകൂടാണ് അവിടെ ഭരിക്കുന്നത്. അപ്പോൾ ആക്ക ഭരണകൂടത്തിന് സഹായിച്ചുകൊണ്ട് നാവികപ്പടയെ അയച്ചു. ആര്? ഉസ്മാനികള് പോർച്ചുഗീസുകാരെ തുരുത്തി ഇന്തോനേഷ്യയിൽ നിന്ന്. 1506 സാമൂതിരി രാജാവ് ഉസ്മാനികളെ സഹായത്തിന് വേണ്ടി കത്തയച്ചതുപോലെ 1511 മുഗായത്ത് ഷാ അന്നത്തെ ആക്ക സുൽത്താൻ കത്തയച്ചിട്ടുണ്ട്. അവർക്കും സൗകര്യം ചെയ്തു കൊടുത്തു. ഈ കത്ത് മാനിച്ചു നേരെ ആക്ക സൽത്തനത്തിനെ പോർച്ചുഗീസുകാർ രക്ഷപ്പെടുത്തി. ആര്? സാക്ഷാത് സലീം ഒന്നാമൻ. അയാളാണ് മുസ്ലിം ലോകത്തെ ആദ്യത്തെ ഖലീഫ ഉസ്മാനികളിൽ. ഇതൊക്കെ എന്തിനാ അവർ ചെയ്യുന്നത്? ഇന്തോനേഷ്യ, മലേഷ്യ അവിടങ്ങളിലെല്ലാം പോർച്ചുഗീസ് ആക്രമണം ഉണ്ടാകുമ്പോഴത്തിന് അവിടെ ഓടിയെത്തലാരാ? ഉസ്മാനികൾ.
ഒരു നിലക്ക് നോക്കുകയാണെങ്കിൽ ഇന്തോനേഷ്യയും മലേഷ്യയും മുസ്ലിം രാജ്യങ്ങളല്ല. ഇന്നും അവരുടെ പേരുകളിൽ ഒരു രാജാന്നോ രാജെന്നോ ഉണ്ടാവും. ഇന്നും ഇന്തോനേഷ്യൻ മുസ്ലിങ്ങൾക്ക് രാജ, റാണി, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പേരുണ്ടാവും. ഇത് എവിടുന്ന് വന്നു? ഹൈന്ദവ തുടർച്ച. ഇവരൊക്കെ ഒരു കാലത്ത് ആരാ? ഹിന്ദുക്കൾ. പക്ഷെ ഉസ്മാനികൾ ഇവരെ സഹായിക്കുകയും ഉസ്മാനികളെ സൗമ്യ മനസ്കത, അവരുടെ നേര്, അവരുടെ സത്യസന്ധ സൽസ്വഭാവം, ഇത് കാരണമായി ഇന്തോനേഷ്യ മലേഷ്യയിലൊക്കെ ഇസ്ലാം അടിച്ചങ്ങോട്ട് കയറി. AD 16-ാം നൂറ്റാണ്ടിൽ ആരാ ഭരിക്കുന്നത്? സലീം ഒന്നാമൻ, അവരുടെ മകനായ സുലൈമാൻ ഖാൻ, ഇങ്ങനെ ഇവരൊക്കെ ഭരിക്കുന്ന ഭരണകാലത്ത് 1517 ഇവർ എന്ത് ചെയ്യുന്നത്? 1517 ജിദ്ദ പോർട്ട് ആക്രമിക്കുന്നത്. 1517 ഇവിടെ ആക്രമിച്ചു ജിദ്ദ പോർട്ടിൽ. ഇവിടെ അന്ന് ഇവിടെ ഭരിക്കുന്നത് ഭരണം പോലും പരിഗണിച്ചില്ല. ഉസ്മാനി സുൽത്താൻമാർ അവരെ രക്ഷപ്പെടുത്തി. എന്തുകൊണ്ട്? പൊതുശത്രുവാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറബിക്കടലിലും പേർഷ്യൻ ഉൾക്കടലിലും ചെങ്കടലിലും എല്ലാം അവരുടെ സാന്നിധ്യം വന്നാൽ ഏഷ്യയിലെ ആഫ്രിക്കയിലെ ജനങ്ങൾക്ക് വലിയ നഷ്ടം സംഭവിക്കും. അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും ചെയ്തത് ഉസ്മാനികളാണ്. ഉസ്മാനികളെ നാവിക ഇതിഹാസമായിരുന്നു ഒരു കാലത്ത് ഖൈറുദ്ദീൻ ബർബറോസ. അതുപോലെ തന്നെ ഒരാളാണ് സൽമാൻ റയീസ്. ഇതൊക്കെ വലിയ അത്ഭുതങ്ങളാണ്. ഏത് കടലിന്റെ നടുവിൽ രക്ഷപ്പെടും ഈ രണ്ടാളുകൾ. ഒന്ന് ഖൈറുദ്ദീൻ ബർബറോസയും സൽമാൻ റയീസും. ഈ രണ്ടാളുകളാണ് സത്യം പറഞ്ഞാൽ പോർച്ചുഗീസ് അധിനിവേശത്തെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. 1517 ജിദ്ദ ആക്രമണം. ഹജ്ജിന്റെ സീസണിൽ മക്കായി മദീനയെ നശിപ്പിക്കലായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനെല്ലാം ഉസ്മാനികൾ അവരെ രക്ഷപ്പെടുത്തി. സലീം ഒന്നാമന്റെ കാലഘട്ടത്തിലും സുലൈമാൻ ഖാനൂരിന്റെ കാലത്തും എല്ലാം ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. സാമൂതിരിയുടെ കോഴിക്കോടിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പല സൗകര്യങ്ങളും അവർ ചെയ്തു കൊടുത്തു. ഞാൻ വിശദീകരിക്കുന്നില്ല. അങ്ങനെ അതേപോലെ തന്നെ ഗുജറാത്ത് സൽത്തനത്ത് അവരോട് അപേക്ഷിച്ചു. എന്റെ സാമൂതിരിയെ പോലെ തന്നെ വലിയ നഷ്ടമായിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, സുലൈമാൻ ഖാനൂനി മരിക്കുന്ന 1566 അന്ന് ഭൂമിയുടെ 90% ഭരിക്കുന്നത് മുസ്ലിങ്ങളാണ്. അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ആരെത്തിച്ചു കൊടുക്കും? ഉസ്മാനികൾ എത്തിച്ചു കൊടുക്കും. ജാതി മതഭേദമന്യേ. അതേ സമയത്ത് അവരാരെ കൂടെയും നിന്നു. ഇതേ സമയത്ത് ഫ്രാൻസിലെ ക്രിസ്ത്യാനികൾ കൂടെ നിന്നു. വർഗീയവാദികളും അല്ല. ഈ ഒരു ജനത ഇല്ലായിരുന്നുവെങ്കിൽ മാനവ സമൂഹത്തിന്റെ ചരിത്രം മറ്റൊന്നായി പോകുമായിരുന്നു. ഞങ്ങൾ ഈ യൂറോപ്പ് എന്ന് പറഞ്ഞപ്പോഴത്തേനും ഓടരുത്. യൂറോപ്പിന്റെ മനസ്സ് നിങ്ങൾ വായിക്കണം. മാനവ സമൂഹത്തിന്റെ ധർമ്മത്തിനും സംസ്കാരത്തിനും ലോക ചരിത്രത്തിൽ ഒരു ശത്രു ഉണ്ടായിട്ടുള്ളൂ. അത് എന്നും യൂറോപ്പാ. അന്നും യൂറോപ്പാണ്, ഇന്നും യൂറോപ്പാ. അവരാണ് കള്ളത്തരം പ്രചരിപ്പിച്ചത്. ഇന്നും ശാസ്ത്രം എന്ന പേരിൽ കള്ളത്തരം പ്രചരിപ്പിക്കുന്നത് സത്യത്തിൽ അവരാണ്. ഉള്ളിൽ നിന്ന് അതാതുർക്കിനെ പോലെയുള്ള നിരീശ്വരവാദത്തോടും നിർമ്മതവാദത്തോടും ഏറെ അടുത്തു നിന്ന അതാതുർക്കിന്റെ കൂട്ടരും മോഡേണിസ്റ്റുകളും പാരമ്പര്യ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി യൂറോപ്പിൽ നിന്ന് അച്ചാരം വാങ്ങിയ വഹാബി സലഫികളും ഈ സുഭദ്രമായ ഉസ്മാനി കോട്ടയുടെ ഉള്ളിൽ നിന്ന് അതിന്റെ സുഭദ്രതയെ തകർത്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് മഴയെ തേടുന്ന വേഴാമ്പലിനെ പോലെ മഹദി എന്നാ വരിക എന്ന് പറഞ്ഞ ഒരു നിതാന്ത പ്രാർത്ഥനയുടെ കണ്ണുനീർ മുസ്ലിമീങ്ങൾ പെയ്ത് ഇറക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. മഹദി ആവശ്യമായിരുന്നത് നീതിക്ക് വേണ്ടിയാണ്, അല്ല തിന്നാനും കുടിക്കാനുമല്ല. ജനങ്ങൾക്കില്ലാതെ പോകുന്ന നീതിയാണ്. തിന്നാനും കുടിക്കാനൊക്കെ ഉണ്ട്, എന്തില്ല? നീതിയില്ല. എന്നാൽ ഈ ഉസ്മാനികളെ തകർത്ത ഇവർ നീതി സ്ഥാപിച്ചോ? ഇല്ല, ഒരിക്കലും ഇല്ല. അവർക്ക് യൂറോപ്യൻസിന്റെ നീതിയാണ് നീതി. അവരെ ഇമാമുകൾ ആരാ? യൂറോപ്യന്മാര്. അവർ നേതാക്കളാരാ? യൂറോപ്യന്മാര്. അവരുടെ ഭരണങ്ങൾ യൂറോപ്യന്മാർക്ക് അനുസരിച്ച്, ഒക്കെ യൂറോപ്യന്മാർക്ക് അനുസരിച്ച്, എല്ലാം യൂറോപ്യന്മാർക്ക് അനുസരിച്ച്, എല്ലാം യൂറോപ്യന്മാരാകാൻ വേണ്ടി അവർ മത്സരിക്കുക. എന്ന ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ പറഞ്ഞു. ഇന്ന് യൂറോപ്യൻസിനോട് ചെരുപ്പിന് ചെരുപ്പനുസരിച്ച് പിന്തുടരുന്ന ഒരു ജനതയുണ്ടെങ്കിൽ അത് ആരാ? മിഡിൽ ഈസ്റ്റിലുള്ള മുസ്ലിങ്ങളാണ്, വഹാബി മുസ്ലിങ്ങളാണ്. ഈ ന്യായാലാരാ? ഇസ്രായേലി സമൂഹം. ഈ ഇസ്രായേൽ സമൂഹത്തിൽ ന്യായപ്പിക്കണ ആരാ? വഹാബി സലഫികൾ. അല്ലാതാരാ? സൂഫികളെ കിട്ടൂല. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എന്റെ സലഫി കുട്ടികൾ ഇത് പഠിക്കണം. ഇന്ന് യൂറോപ്പും വരെ കൊണ്ട് കുടുങ്ങി. യൂറോപ്പ് തുറന്ന വിട്ട ഒരു ഭൂതമാണ് സത്യത്തിൽ സലഫിസം. ആ സലഫിസം കൊണ്ട് ഇന്ന് യൂറോപ്പും കുടുങ്ങിയിട്ടുണ്ട്. ഞാൻ എന്റെ സലഫി കുട്ടികളോട് ദയവായി നിങ്ങൾ ചരിത്രം ഒന്ന് പഠിക്കും. മനുഷ്യന്മാരെ, ദയവായി നിങ്ങൾ ചരിത്രം പഠിക്കുക എന്ന് ഞാൻ താഴ്മയായി നിങ്ങൾ അപേക്ഷിക്കാം. ചരിത്രം പഠിക്കുക. ചരിത്രം നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ സലഫി ആവൂല. കാരണം മാനവ സമൂഹത്തിന്റെ ഉച്ഛിഷ്ടമാണ് സലഫിസം. ഛർദിച്ച് മുസ്ലിം സമുദായത്തിന് ദഹിക്കാത്തത് ഛർദിച്ച കാഷ്ടമാണ് വഹാബിസം. കാര്യങ്ങൾ ചിന്തിച്ച് പഠിക്കുക, മനസ്സിലാക്കുക.